ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കലി മെറ്റലായ സോഡിയത്തിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകളാണ്. അതിലാദ്യത്തേത് സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് Na2CO3 10H2O. ഈ കോമ്പൗണ്ടാണ് നമ്മൾ വാഷിംഗ് സോഡ ആയിട്ട് ഉപയോഗിക്കുന്നത്. അലക്കുകാരം എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട് Na2CO3 10H2O ആണ്. കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ലാർജ് സ്കെയിലിൽ ഈ കോമ്പൗണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് സോൾവേ പ്രോസസ്സ് എന്നാണ്. അപ്പോൾ സോൾവേ പ്രോസസ്സ് വഴിയാണ് നമ്മൾ സോഡിയം കാർബണേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ബ്രൈൻ സൊല്യൂഷൻ എടുക്കുന്നു. ഉപ്പ് ലായനിയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ഉപ്പിൻ്റെ ജലീയ ലായനി. ബ്രൈൻ സൊല്യൂഷൻ എടുത്ത് ആ സൊല്യൂഷനിൽ കൂടി അമോണിയ കടത്തിവിട്ട് അമോണിയ കൊണ്ട് ബ്രൈൻ സൊല്യൂഷനെ സാച്ചുറേറ്റ് ചെയ്യുക. അമോണിയ കടത്തിവിട്ട് ബ്രൈൻ സൊല്യൂഷനെ പൂരിതമാക്കുക. ഇങ്ങനെ അമോണിയ കൊണ്ട് സാച്ചുറേറ്റ് ചെയ്ത ബ്രൈൻ സൊല്യൂഷനിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ സോഡിയം ബൈകാർബണേറ്റ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. സോഡിയം ബൈകാർബണേറ്റ് എന്ന കോമ്പൗണ്ട് ഇൻസൊലുബിളാണ്, വെള്ളത്തിൽ ലയിക്കില്ല. ഇത് വെള്ളത്തിൽ ലയിക്കില്ല എന്നുള്ളതാണ് സോൾവേ പ്രോസസ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അമോണിയ കൊണ്ട് സാച്ചുറേറ്റ് ചെയ്യപ്പെട്ട ബ്രൈൻ സൊല്യൂഷനിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ഇൻസോലുബിളായ സോഡിയം ബൈകാർബണേറ്റ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ഈ സോഡിയം ബൈകാർബണേറ്റിനെ നമുക്ക് ഹീറ്റ് ചെയ്താൽ അത് ഇൻസൊലുബിളാണ്, പ്രിസിപ്പിറ്റേറ്റ് ചെയ്തു. അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് അരിച്ച് പുറത്തെടുത്ത് ചൂടാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള സോഡിയം കാർബണേറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കാം. സ്റ്റെപ്പ് 1 അമോണിയായും കാർബൺ ഡൈ ഓക്സൈഡും അക്വ സൊല്യൂഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബ്രൈൻ സൊല്യൂഷൻ്റെ. ഇവർ റിയാക്ട് ചെയ്ത് അമോണിയം കാർബണേറ്റ് ഫോം ചെയ്യും. NH4 twice CO3. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അമോണിയം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന അമോണിയം കാർബണേറ്റ് അത് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. NH4HCO3. ഈ അമോണിയം ബൈകാർബണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈൻ സൊല്യൂഷനാണ്. അതിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അവിടെ ബൈ പ്രോഡക്റ്റ് അമോണിയം ക്ലോറൈഡാണ്, NH4Cl.
ഈ ഉണ്ടായ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ഇൻസൊല്യൂബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, അത് അവക്ഷിപ്തമായിട്ട് താഴേക്ക് അടിയും. അങ്ങനെ കിട്ടിയ സോഡിയം ബൈകാർബണേറ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് പുറത്തെടുക്കുന്നു. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് വിഘടിച്ചിട്ട് സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറും. അതാണ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്. അവിടെ ഉപോൽപ്പന്നങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഇതാണ് സോൾവേ പ്രോസസ് ടു ഒബ്റ്റെയിൻ സോഡിയം കാർബണേറ്റ്. സോൾവേ പ്രോസസ്സ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞായിരുന്നു. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന സോഡിയം ബൈകാർബണേറ്റ് എന്ന കോമ്പൗണ്ട് ഇൻസോലുബിൾ ആയതുകൊണ്ടാണ് നമുക്ക് അവനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയതും അവിടുന്ന് സോഡിയം കാർബണേറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയതും. സോഡിയം ബൈകാർബണേറ്റ് ഇൻസോലുബിൾ ആണ് എന്ന ടെക്നിക്കിനെ വെച്ചുകൊണ്ടാണ് ഈ പ്രോസസ്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ കാരണത്താൽ തന്നെ സോഡിയത്തിൻ്റെ അതേ ഫാമിലിക്കാരനാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം കാർബണേറ്റ് നമുക്ക് സോൾവേ പ്രോസസ് വഴി നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. ഇത് സെയിം ടെക്നോളജി വെച്ച് നിർമ്മിക്കാൻ സാധിക്കില്ല. അതിന് കാരണം വേറൊന്നുമല്ല, പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കുന്ന കോമ്പൗണ്ടാണ്, സോലുബിളായ കോമ്പൗണ്ടാണ്. പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ സോലുബിൾ ആയതുകൊണ്ട് സോൾവേ പ്രോസസ് വഴി നമുക്ക് പൊട്ടാസ്യം കാർബണേറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധ്യമല്ല. സോഡിയം കാർബണേറ്റ് Na2CO3 ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെക്കാഹൈഡ്രേറ്റ് ആയിട്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുക എന്ന് നമ്മൾ ആദ്യമേ കണ്ടു. ഈ ഡെക്കാഹൈഡ്രേറ്റിനെയാണ് നമ്മൾ വാഷിംഗ് സോഡ ആയിട്ട് അലക്കുകാരമായിട്ട് യൂസ് ചെയ്യുക. വാഷിംഗ് സോഡ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില റിയാക്ഷൻസ് എന്ന് പറയുന്നു. Na2CO3 10H2O അത് 373 കെൽവിൻ വരെ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ 10 മോളിക്യൂൾ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഉള്ളതിൽ 9 മോളിക്യൂളും ലോസ് ചെയ്ത് നമുക്ക് Na2CO3 H2O കിട്ടും. ഇത് സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ് ആണ്. അങ്ങനെ കിട്ടിയ മോണോഹൈഡ്രേറ്റ് Na2CO3 H2O അതിനെ ഹൈ ടെമ്പറേച്ചറിൽ വീണ്ടും ഹീറ്റ് ചെയ്താൽ 373 കെൽവിന് മുകളിൽ ഹീറ്റ് ചെയ്താൽ ആ സിംഗിൾ വാട്ടർ ഹൈഡ്രേഷനും ലോസ് ചെയ്ത് നമുക്ക് നിർജ്ജല സോഡിയം കാർബണേറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് എന്ന് പറയും. നിർജ്ജല സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്. ഇങ്ങനെ കിട്ടിയ അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റിനെ നമ്മൾ മറ്റൊരു പേരിലാണ് വിളിക്കുക. അതിനെ സോഡ ആഷ് എന്നാണ് പറയുക. സോഡ ആഷ്. അപ്പോൾ Na2CO3 10H2O ആണ് വാഷിംഗ് സോഡ. ഡെക്കാഹൈഡ്രേറ്റിനെ വാഷിംഗ് സോഡ എന്നും സോഡിയം കാർബണേറ്റിൻ്റെ അൻഹൈഡ്രസ് ഫോമിനെ, നിർജ്ജലമായ ഫോമിനെ സോഡ ആഷ് എന്നും വിളിക്കാം. അടുത്തതായി കോമ്പൗണ്ടിൻ്റെ ചില കോമൺ യൂസുകളാണ്. വാഷിംഗ് സോഡ എന്ന് വിളിക്കുന്നതിൻ്റെ പർപ്പസ് നമുക്കറിയാം, അലക്കുകാരമാണ്. അപ്പോൾ ലോണ്ടറിങ് പർപ്പസിന് വേണ്ടി ഇവനെ യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടി സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് സോപ്പ് നിർമ്മാണത്തിലും ഗ്ലാസ് നിർമ്മാണത്തിലുമൊക്കെ ഒരു
അവിഭാജ്യ ഘടകമാണ്. പേപ്പർ ഇൻഡസ്ട്രികളിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിലും ഈ കോമ്പൗണ്ട് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം കാർബണേറ്റ് ഒരു ലബോറട്ടറി റിയേജൻ്റ് കൂടിയാണ്. അടുത്ത സോഡിയം കോമ്പൗണ്ട് കോമൺ സോൾട്ടാണ് സോഡിയം ക്ലോറൈഡ്. ഈ കോമ്പൗണ്ടിൻ്റെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് കടൽ വെള്ളമാണെന്ന് നമുക്കറിയാം. കടൽ വെള്ളത്തിൽ ഏകദേശം ഒരു 2.7 to 2.9% ബൈ മാസ് കോമൺ സോൾട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കടൽ വെള്ളത്തിൻ്റെ സോളാർ എവാപ്പറേഷൻ വഴിയാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ കോമൺ സോൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. അങ്ങനെ കടൽ വെള്ളത്തിൻ്റെ സോളാർ എവാപ്പറേഷൻ വഴി കിട്ടിയ ഈ കോമ്പൗണ്ട് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ സോളാർ എവാപ്പറേഷൻ വഴി കിട്ടിയ ഉപ്പ് നമ്മൾ വീണ്ടും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അതിനകത്ത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റികൾ കാൽസ്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ഒക്കെയാണ്. അങ്ങനെ കിട്ടിയ ഇംപ്യൂറായ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ആ സൊല്യൂഷനിൽ കൂടി ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് കടത്തി വിടും. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് കടത്തി വിടുമ്പോൾ ശുദ്ധമായ സോഡിയം ക്ലോറൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് കോമൺ സോൾട്ടിനെ പ്യൂരിഫൈ ചെയ്യുക. സോഡിയത്തിൻ്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കൊമേഴ്സ്യലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു വൈദ്യുത വിശ്ലേഷണ പ്രക്രിയ വഴിയാണ്, ഇലക്ട്രോലൈറ്റിക് പ്രോസസ് വഴിയാണ്. ആ പ്രോസസ്സിൻ്റെ പേര് കാസ്റ്റ്നർ-കെൽനർ പ്രോസസ് എന്നാണ്. കാസ്റ്റ്നർ-കെൽനർ പ്രോസസ്. പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ബ്രൈൻ സൊല്യൂഷൻ തന്നെയാണ്. ഉപ്പിൻ്റെ ജലീയ ലായനി, സോഡിയം ക്ലോറൈഡിൻ്റെ അക്വസ് സൊല്യൂഷൻ എടുക്കുക. ബ്രൈൻ സൊല്യൂഷനെ ഇലക്ട്രോലൈസ് ചെയ്യുക, വൈദ്യുത വിശ്ലേഷണം ചെയ്യുക. അവിടെ യൂസ് ചെയ്യേണ്ടത് ഇലക്ട്രോളിസിന് ഇലക്ട്രോഡുകൾ വേണം, കാഥോഡും ആനോഡും വേണം. മെർക്കുറി ആണ് കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. കാസ്റ്റ്നർ-കെൽനർ പ്രോസസ്സിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മാണത്തിന് വേണ്ടി ബ്രൈൻ സൊല്യൂഷനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് മെർക്കുറിയാണ്. ആനോഡ് കാർബണാണ്. അപ്പോൾ മെർക്കുറി കാഥോഡും കാർബൺ ആനോഡും ഉപയോഗിച്ചുകൊണ്ട് ബ്രൈൻ സൊല്യൂഷൻ്റെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയ വഴിയാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒബ്റ്റെയിൻ ചെയ്യുക. ഇലക്ട്രോളിസിൻ്റെ റിയാക്ഷൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ബ്രൈൻ സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡ് എടുത്താൽ അവിടെ ഉള്ള അയോണുകൾ മാത്രം പറയുന്നു. അവിടെ Na+ എന്ന
കാറ്റയോണും ഉണ്ട്, Cl- എന്ന ആനയോണും ഉണ്ട്. മെർക്കുറി കാഥോഡും കാർബൺ ആനോഡും ഉപയോഗിക്കുമ്പോൾ ഈ 2 അയോണുകളാണ് ഡിസ്ചാർജ് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഇലക്ട്രോലൈറ്റിക് കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്, കാഥോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. മെർക്കുറിയാണ് നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞു. ഇങ്ങനെ മെർക്കുറി കാഥോഡ് യൂസ് ചെയ്യുമ്പോൾ ചാർജ് നെഗറ്റീവായ ആ ഇലക്ട്രോഡിലേക്ക് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ചാർജ് പോസിറ്റീവായിട്ട് സോഡിയം അയോണുകളുണ്ട്. ഈ സോഡിയം അയോണുകൾ മെർക്കുറി കാഥോഡിലേക്ക് എത്തും. ചാർജ് നെഗറ്റീവായ കാഥോഡിലേക്ക് ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് അയോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ എത്തിയ സോഡിയം അയോണുകൾ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്ത് Na++1 ഇലക്ട്രോൺ സോഡിയം അയോൺ റെഡ്യൂസ് ചെയ്യപ്പെട്ട് മെറ്റാലിക് സോഡിയമായിട്ട് മാറും. മെറ്റാലിക് സോഡിയം കാഥോഡിൽ ഫോം ചെയ്യുമ്പോൾ കാഥോഡ് മെർക്കുറി ആയതുകൊണ്ട് ഈ മെർക്കുറിയിൽ മെറ്റാലിക് സോഡിയം ഡിസോൾവ് ചെയ്ത് ഒരു അലോയി ആയിട്ട് മാറും, ലോഹസങ്കരമായിട്ട് മാറും. മെർക്കുറി ഫോം ചെയ്യുന്ന ലോഹസങ്കരങ്ങളെ അമാൽഗങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പോൾ കാഥോഡിലുണ്ടാകുന്ന സോഡിയം മെർക്കുറിയിൽ ലയിച്ച് സോഡിയം അമാൽഗമായിട്ട് മാറും. സോഡിയം അമാൽഗം. മെർക്കുറിയിൽ ഡിസോൾവ് ചെയ്ത് സോഡിയത്തെ വിളിക്കുന്ന പേരാണ് സോഡിയം അമാൽഗം. അപ്പോൾ സോഡിയം അമാൽഗമാണ് ഇപ്പോൾ കാഥോഡിൽ നിൽക്കുന്നത്. എനിക്ക് അതിനെ NaHg എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണമെങ്കിൽ സോഡിയം അമാൽഗം. ഈ സോഡിയം അമാൽഗം ടാപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്കവിടെ ആവശ്യം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. സോഡിയം അമാൽഗത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ റിയാക്ഷൻ വേണം നമുക്ക് ഇതേപോലെ ഒന്ന് എഴുതാം. വാട്ടർ മോളിക്യൂളിനെ നമുക്ക് HOH എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ സോഡിയം അമാൽഗം വെള്ളവുമായിട്ട് റിയാക്റ്റ് ചെയ്താൽ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞു. അത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അവിടെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്, ഫ്രീ ആവുന്നത് ഹൈഡ്രജൻ ഗ്യാസാണ്. പ്ലസ് മെർക്കുറിയും ഫ്രീ ആയി. അപ്പോൾ കാഥോഡിൽ ഫോം ചെയ്യുന്ന സോഡിയം അമാൽഗത്തെ വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒബ്റ്റെയിൻ ചെയ്യാം. അവിടെ ഉപോൽപ്പന്നം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. നമ്മൾ ആദ്യം എടുത്ത മെർക്കുറി ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് കാസ്നർ കെൽനർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാഥോഡ് റിയാക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അവിടുത്തെ അടുത്ത അയോണായ Cl- അത് ആനോഡിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുക. ആനോഡിലെത്തുന്ന ക്ലോറൈഡ് അയോണുകൾ ക്ലോറിൻ ഗ്യാസ് ആയിട്ടാണ് ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതൊരു ലബോറട്ടറി റിയേജൻ്റാണ്. അവനെ കോസ്റ്റിക് സോഡ എന്നാണ് വിളിക്കാറുള്ളത്. സോ കോസ്റ്റിക് സോഡ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിൻ്റെ മെയിൻ യൂസുകൾ പറഞ്ഞാൽ സോപ്പ് നിർമ്മാണത്തിലും പേപ്പർ ഇൻഡസ്ട്രിയിലും കൃത്രിമ പട്ട് ആർട്ടിഫിഷ്യൽ സിൽക്ക് നിർമ്മിക്കാനൊക്കെ ഈ കോമ്പൗണ്ട് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ലബോറട്ടറി റിയേജൻ്റാണ്. അടുത്ത സോഡിയം കോമ്പൗണ്ട് സോഡിയം ബൈകാർബണേറ്റ്. ഫോർമുല NaHCO3 ആണ്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും വിളിക്കാം.
സോൾവേ പ്രോസസ്സിൽ ആദ്യമുണ്ടായത് ഇൻസൊല്യൂബിളായ സോഡിയം ബൈകാർബണേറ്റ് ആണെന്ന കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടാകാം. സോഡിയം ബൈകാർബണേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സോഡിയം കാർബണേറ്റിൽ നിന്നാണ്. സോഡിയം കാർബണേറ്റ് അക്വസ് സൊല്യൂഷൻ ഉണ്ടാക്കിയ ശേഷം സോഡിയം കാർബണേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ സൊല്യൂഷനോട് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്താൽ റിയാക്ഷൻ നടന്നത് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ഈ കോമ്പൗണ്ട് ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക്കാണ്. സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക്കാണ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ ബേക്കിംഗ് സോഡ എന്നാണ് വിളിക്കുക. അപ്പക്കാരമെന്ന് പറയാം മലയാളത്തിൽ. ഈ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്ന മാവിനെ പോറസാക്കി മാറ്റി അതിനെ ഫ്ലഫി ആക്കും. അങ്ങനെ നമ്മൾ നിർമ്മിക്കുന്ന കേക്കും അപ്പങ്ങളും ഒക്കെ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബേക്കിംഗ് സോഡ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ഒരു ആൻറ്റാസിഡും കൂടിയാണ്. വയറിന് അസിഡിറ്റി പോലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നൊരു മൈൽഡ് ബേസും കൂടിയാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സോഡിയം കോമ്പൗണ്ടുകൾ. അടുത്തതായിട്ട് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ചില ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ബ്ലഡ് പ്ലാസ്മയിലും സെല്ലുകളുടെ പുറത്തൊക്കെ ആയിട്ട് കാണുന്ന സൊല്യൂഷൻസിൽ ഈ അയോണുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് അയോണുകളുടെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് നെർവ് സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷൻ മെക്കാനിസമാണ്. വൈദ്യുത സിഗ്നലുകളായിട്ട് മെസ്സേജുകൾ പാസ് ചെയ്യുന്ന മെക്കാനിസം അത് കണ്ടക്ട് ചെയ്യുന്നത് സോഡിയം അയോണുകളും പൊട്ടാസ്യം അയോണുകളുമാണ്. അപ്പോൾ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ് സോഡിയം അയോൺസ് ആൻഡ് പൊട്ടാസ്യം അയോൺസ് ഹാവ് ഗ്രേറ്റർ റോൾ. രണ്ടാമത്തെ റോള് സെൽ മെമ്പറൈൻ അക്രോസ് ആയിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ, സെല്ലിനകത്തേക്കും പുറത്തേക്കുമുള്ള വാട്ടറിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് അയോണുകളാണ്. തേർഡ് ഫങ്ഷൻ ഷുഗറുകളുടെയും അമിനോ ആസിഡുകളുടെയും ട്രാൻസ്പോർട്ട് റെഗുലേറ്റ് ചെയ്യുന്നതും ഈ രണ്ട് അയോണുകളുമാണ്. സെൽ മെമ്പറൈൻ അക്രോസ് ആയിട്ട് വാട്ടർ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സോഡിയം പൊട്ടാസ്യം പമ്പ്
എന്നൊരു മെക്കാനിസം തന്നെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം.